എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിപിൻ. അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് കളി ലിനക്സിൻ്റെ ഇൻസ്റ്റാളേഷൻ. കളി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു OS ആണ്. എന്നാൽ ഇതിൽ പലവരും ഇത് ചെയ്ത് നോക്കിയിട്ടില്ല. കാരണം വേറൊന്നും കൊണ്ടല്ല, കളി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ തന്നെ ഒരു അഭിപ്രായമുണ്ട് അത് ഹാക്കേഴ്സിൻ്റെ OS ആണ് എന്ന്. സംഭവം ശരിയൊക്കെ തന്നെയാണ്. ഓപ്പൺ സോഴ്സിൽ കിട്ടാവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് OS ആണ് ഹാക്കേഴ്സിന് വേണ്ടിയുള്ള. അതുപോലെ തന്നെ ഇതിനകത്ത് പല ടൈപ്പിലുള്ള ഹാക്കിംഗ് ടൂൾസും ബിൽട്ടിനായി തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കളി ലിനക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നൊരു കമ്പനിയാണ് അതിൻ്റെ വെർഷൻ ഇറക്കിയിരിക്കുന്നത്. അതായത് ഓപ്പൺ ലിനക്സിലെ ഡെബിയൻ പ്ലാറ്റ്ഫോമിലാണ് കളി ലിനക്സ് ഇറങ്ങിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മോസ്റ്റ് പ്രോബബ്ലി ആരും ഇത് ഡയറക്റ്റ് സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാറില്ല. ഇനി അഥവാ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായി തന്നെ അതിന് നല്ലൊരു ഫയർവാൾ ക്രിയേറ്റ് ചെയ്യാനും നല്ലൊരു സെക്യൂരിറ്റി കൊടുക്കാനും അതുപോലെ VPN ഒക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിവുള്ള ആൾക്കാരാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെന്താണ്, ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് എന്നൊരു സ്റ്റഡി പർപ്പസായി മാത്രം കാണിക്കാനാണ് നമ്മളിപ്പോൾ ഇത് ചെയ്ത് നോക്കുന്നത്. അല്ലാതെ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയല്ല. ഒരിക്കലും ഇത് മിസ്യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് കളി ലിനക്സ് ഫസ്റ്റ് ടൈമിൽ തന്നെ ഞാനും ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എനിക്കും ഇതിനകത്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഇത് എന്താണ് എന്ന് പഠിച്ച കാലത്ത് OSകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇങ്ങനെയൊരു OS ഉണ്ട് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലാതെ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ഡീപ്പ് റൂട്ടഡ് ആയിട്ടൊന്നും പോകുന്നില്ല. OS ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇത്. ഇതിന് ശേഷം അടുത്തൊരു ഭാഗത്തിൽ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട് അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ കൂടെ ഒന്ന് നോക്കും. അല്ലാതെ ഇതിന് വേറെ ഫോളോ അപ്സ് ഒന്നും ഉണ്ടാകില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ കമൻസ് ഞാൻ ഡിസേബിൾ ചെയ്തിടും. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ഇതിനകത്ത് കമൻസിനെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഇതിൻ്റെ നമ്മൾ USB ബൂട്ടിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് പവർ ISO വെച്ചിട്ട് തന്നെയാണ്. ISO നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നത് ഏത് വെബ്സൈറ്റിൽ നിന്നാണെന്നുള്ളത് മാത്രം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വെർഷനും ഞാൻ പറയുന്നില്ല. ഓൾഡർ വെർഷനാണ്, ഒരു 2-3 വർഷം മുമ്പത്തെ വെർഷനാണ്. ഞാൻ 2 വർഷത്തിന് മുന്നത്തെ ഒരു വെർഷനാണ് ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മറ്റു പലരും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് എന്നുള്ള രീതിക്ക് മാത്രമാണ് ഇത് കാണിക്കുന്നത്. അപ്പം ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതിനകത്ത് ബൂട്ട് മെനുവിൽ പെൻ ഡ്രൈവ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് 3-4 ഓപ്ഷനുകൾ ചോദിക്കുന്നുണ്ട്. കാരണം ഇത് ഞാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. ഇതിന് കറക്റ്റ് ഒരു ട്യൂട്ടോറിയൽ വേറെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ 2 ഓപ്ഷനിൽ ചോദിക്കുന്നുണ്ട്. ഇൻസ്റ്റാൾ പിന്നെ ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ. അപ്പോൾ നമുക്കിതിൻ്റെ കമാൻഡ്സ് വലിയ പിടുത്തം ഇല്ലാത്തത് കൊണ്ട് ഗ്രാഫിക്കൽ ഇൻസ്റ്റാൾ തന്നെ നമുക്ക് കൊടുത്ത് നോക്കാം. അപ്പം നമ്മൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. ദെൻ കണ്ടിന്യൂ. അപ്പോൾ പിന്നെ നമ്മുടെ റീജിയൺ ആണ് ചോദിക്കുന്നത്. ഇന്ത്യ കൊടുത്തു. കീബോർഡ് നമ്മൾ അമേരിക്കൻ ഇംഗ്ലീഷ് ഓൾറെഡി ഡിഫോൾട്ടായിട്ട് വന്നിട്ടുണ്ട്, അത് തന്നെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു ടൈം എടുക്കുന്ന അത്രയും ഭാഗം ചിലപ്പോൾ ഞാനൊന്ന് സ്കിപ്പ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ഒന്ന് പോസ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് വെറുതെ റെക്കോർഡ് ചെയ്ത് അത്രയും ടൈം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഇൻസ്റ്റലേഷൻ വീഡിയോ ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസ് എന്ന രീതിക്ക് മാത്രമാണ് ഇടുന്നത്. ഇതിന് ഞാൻ കമൻറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്തിടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടുതൽ എൻക്വയറീസോ അല്ലെങ്കിൽ സജഷൻസോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ടാണ് കമൻറ്റ് ബോക്സ് ഡിസേബിൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നെറ്റ്വർക്ക് കോൺഫിഗർ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മളത് മാനുവലി കണ്ടിന്യൂ കൊടുക്കുകയാണ്. പിന്നെ IP ചോദിക്കും, കാരണം
അത് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ അതിന് ഞാനത് കോൺഫിഗറേഷൻ സ്കിപ്പ് ചെയ്ത് സെറ്റപ്പ് യൂസർ ആൻഡ് പാസ്വേഡ് കൊടുത്ത് നോക്കുവാണ്. അപ്പം റൂട്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാസ്വേഡ് കഴിവതും റൂട്ട് പാസ്വേഡും ലോഗിൻ പാസ്വേഡും ഒക്കെ സെയിം തന്നെ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏതായാലും ഞാൻ രണ്ടും വ്യത്യസ്തപ്പെടുത്തിയാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നെറ്റ്വർക്കിംഗ് നമ്മൾ കോൺഫിഗർ ചെയ്യാതെ തന്നെ പോവുകയാണ്. പക്ഷെ എന്നാലും വീണ്ടും അതിൽ തന്നെയാണ് കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഡിസ്കിൻ്റെ പാർട്ടീഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് എൻ്റയർ ഡിസ്ക് യൂസ് എന്നുള്ളത് കൊടുക്കുവാണ്. കാരണം ഇതിന് വേറെ എൻക്രിപ്ഷൻ ടൈപ്പൊക്കെ ഉണ്ട്, സെക്യൂരിറ്റി കൂടിയൊരു വെർഷനാണ്. അപ്പം നമുക്ക് ജസ്റ്റ് എൻ്റയർ ഡിസ്ക് സെറ്റപ്പ് എൻക്രിപ്റ്റഡ് LVM എന്നുള്ളൊരു ഓപ്ഷനുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റഡി പർപ്പസിന് ചെയ്യുന്നത് കൊണ്ട് തൽക്കാലം എൻക്രിപ്റ്റ് ചെയ്യാതെ തന്നെ ഉള്ളൊരു ഓപ്ഷൻ കൊടുത്തു നോക്കാം. അപ്പം രണ്ട് ഡിസ്ക് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ പെൻ ഡ്രൈവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്ക് 320 GB. അപ്പോൾ അതിൽ നമുക്ക് സെപ്പറേറ്റ് ഹോം പാർട്ടീഷൻ എന്നും പറഞ്ഞ് വേറെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊടുത്തു നോക്കാം. അപ്പം രണ്ട് പാർട്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഫ്രീ സ്പേസ് വരുന്നത് 4.6 GB എന്നാണ് കാണിക്കുന്നത്. ഓൾമോസ്റ്റ് അത്രയൊക്കെ ആയിരിക്കും കാണുന്നത്. ഫിനിഷ് പാർട്ടീഷൻ കൊടുത്ത് പിന്നെ ഇതിനകത്ത് ഒരുപാട് ചെക്ക് ബോക്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വായിച്ച് നോക്കിയാണ് ചെയ്യേണ്ടത്. അപ്പം ഫസ്റ്റ് ടൈം ആയത് കാരണം ഇതിനകത്ത് ഒരുപാട് എന്താ പറയുക, എനിക്കും കുറച്ച് ഡീറ്റെയിൽസ് അറിയത്തില്ല എങ്കിലും അപ്പോൾ ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാർട്ടീഷൻ്റെ ഡീറ്റെയിൽസുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിനകത്ത് ഓൾറെഡി ഉള്ള ഡേറ്റാസ് പാർട്ടീഷനും എല്ലാം എന്താ പറയുക വാനിഷ് ചെയ്തിട്ടാണ്, അതായത് ഡിലീറ്റ് ചെയ്ത് ഫോർമാറ്റ് ചെയ്തിട്ടാണ് അടുത്തത് ക്രിയേറ്റ് ആകുന്നതെന്നാണ്. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൾറെഡി മാറ്റിയതിന് ശേഷമായിരിക്കണം ഫോർമാറ്റ് ചെയ്യേണ്ടത്. ശേഷം കണ്ടിന്യൂ കൊടുക്കുമ്പോഴത്തേക്കിനും അടുത്ത പാർട്ടീഷൻ സ്ക്രീനിലേക്കാണ് പോകുന്നത്. അപ്പം ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഏതായാലും ഇത് അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. ഇപ്പം തന്നെ 7 മിനിറ്റ് ആയപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് എല്ലാം അത്യാവശ്യം സ്പീഡിൽ തന്നെ പോകുന്നുണ്ട്. ഏതായാലും ഞാനിത് സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത പാർട്ടായിട്ട് റെക്കോർഡ് ചെയ്യാമെന്ന് വെച്ച് നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഇത് ആയിട്ടുണ്ട്.
ഇനി ഇൻസ്റ്റാളേഷൻ നടക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കുക. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ഇത്രയും ലെങ്ത്ത് കുറഞ്ഞ് കിട്ടുമല്ലോ, അതുകൊണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് വീണ്ടും അതിൻ്റെ അടുത്ത കോൺഫിഗറേഷൻ്റെ പാക്കേജ് മാനേജർ വന്നു. അപ്പോൾ വീണ്ടും ചോദിക്കുന്നത് നെറ്റ്വർക്കിൻ്റെ ഒക്കെ ഓപ്ഷനുകളൊക്കെയാണ്. അപ്പോൾ അത് ജസ്റ്റ് നോ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. ഇനി എൻ്റെ പാക്കേജ് മാനേജർ, അതായത് അതിൻ്റെ കോൺഫിഗറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ബൂട്ട് ലോഡർ ഇൻസ്റ്റാളേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതും കുറച്ച് സമയമെടുക്കും. അപ്പം അതുകൂടെ ഒന്ന് സ്കിപ്പ് ചെയ്യാം. അത്യാവശ്യം ഫാസ്റ്റാണ്, അതുകൊണ്ടൊരു ഓക്കെ. അത് കഴിഞ്ഞ് ഇനിയിപ്പം ഫിനിഷിങ് ഇൻസ്റ്റാളേഷൻ എന്ന് കാണിച്ചിട്ടുണ്ട്. മേ ബി ഒരു റീസ്റ്റാർട്ട് ആയിരിക്കും. ഏതായാലും ഇതൊന്ന് സ്കിപ്പ് ചെയ്യുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ല, കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. ഇനി ഇൻസ്റ്റാളേഷൻ മീഡിയ റിമൂവ് ചെയ്ത ശേഷം കണ്ടിന്യൂ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുക. പെൻ ഡ്രൈവ് റിമൂവ് ചെയ്തു, ഇനി കണ്ടിന്യൂ കൊടുക്കാം. അത് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാനതുകൂടെ ഒന്ന് പോസ് ചെയ്യുവാണ്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ലൈവ് സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഇത് ബൂട്ട് ചെയ്തെടുക്കേണ്ടത്. ലൈവ് സിസ്റ്റം കൊടുത്താലാണ് നമ്മൾ സാധാരണ ഒരു OS പോലെ വരത്തുള്ളൂ. എൻ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഓപ്പണായി വന്നു കഴിയുമ്പം ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിതൊന്ന് ഉപയോഗിച്ച് നോക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ കളിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര പേര് കണ്ടു എന്നും കൂടെ എനിക്ക് നോട്ടീസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ പറയുന്നു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇനി ഇതിൻ്റെ തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുവരേക്കും ബൈ, ടേക്ക് കെയർ.